എല്ലാവർക്കും വരാഹിയമ്മൻ പോസിറ്റീവ് വൈബ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വരാഹി ദേവിയുമായി സംബന്ധിക്കുന്ന ഒരു ജ്യോതിഷ നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണുള്ളത്. ഓരോ നക്ഷത്രങ്ങൾക്കും ഓരോ പ്രത്യേകതയുമാണ്. 2025 ഫെബ്രുവരി 27 കഴിയുന്നതോടെ ബുധൻ കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ജാതകവശാലും ഇഷ്ടദേവതാ വചനത്തിലൂടെയുമൊക്കെ 27 നക്ഷത്രക്കാരിലും അനുകൂലമായ ഒട്ടേറെ മാറ്റങ്ങൾ ഈ സമയങ്ങളിൽ നടക്കുന്നു. വിദ്യാകരനായ ബുധൻ ഏറെ ഭാഗ്യാനുഭവങ്ങളുമായി ജീവിതത്തിൽ ഉയർച്ച, കർമ്മരംഗത്ത് ഉന്നതി, ധനപരമായ നേട്ടങ്ങളുമായി വന്നുചേരുന്നു. ചന്ദ്രപുത്രനായ ബുധന്റെ മീനൻ രാശിയിൽ സംക്രമിക്കുന്നതോടെ ശുക്രനും രാഹുവും പകുതിയോടെ സൂര്യനും ശനിയും എത്തുന്നു. അതോടെ ചതുർഗ്രഹയോഗം രൂപാന്തരം കൊള്ളുന്നു. മേടം മുതൽ മീനം വരെയുള്ള രാശികളിൽ ജനിച്ച അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാർക്കും മീനം രാശിയിലെ ബുധനിലൂടെ ഏറെ ഗുണാനുഭവങ്ങൾ ചതുർഗ്രഹയോഗത്താൽ വന്നു ഭവിക്കും. ആത്മാർത്ഥമായ വരാഹിദേവി ഭജനത്തിലൂടെയും ഈ കാലയളവിൽ 27 നക്ഷത്രക്കാർക്കും അനുകൂലമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയാണ്. ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളാണുള്ളത്. രാശി അനുസരിച്ചുള്ള ദേവതയെ നമ്മൾ വേണ്ട വിധം ഭജിക്കുകയും അനുഗ്രഹം നേടിയെടുക്കുകയും ചെയ്താൽ ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാരെയൊക്കെ തേടിയെത്തും. നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ചില ദേവതകളുണ്ട്. വളരെ യാദൃച്ഛികമായിട്ടാവാം നമ്മൾ ഈ ദേവതകളെ അറിയുന്നത് പോലും. എന്നാൽ കഴിഞ്ഞ ജന്മത്തിൽ ഈ ദേവതകളുടെ നിങ്ങളുടെ ഇഷ്ടദേവതയായിരിക്കാം. നിങ്ങൾ കൃത്യമായി ഉപാസന നടത്തി വളരെയധികം ദൃഢമായൊരു ബന്ധം ഉണ്ടായിട്ടുള്ളതുമാവാം. ശ്രീ ലളിതാ ത്രിപുരസുന്ദരിയുടെ സർവ്വസൈന്യാധിപയായ വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ ജീവിതം തന്നെ രക്ഷപ്പെടും. ദേവിയിലുള്ള അടിയുറച്ച വിശ്വാസവും ഭക്തിയും നിങ്ങളെ സൗഭാഗ്യത്തിൻ്റെ ഉന്നതിയിൽ എത്തിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗപീഠകളും മാനസിക ബുദ്ധിമുട്ടുകളും വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ നിങ്ങളിൽ നിന്ന് അകന്ന് നിങ്ങൾക്ക് സമാധാനപരമായ ഒരു ജീവിതം വന്നു ചേരുവാൻ പോകുന്നു. സുപ്രധാനമായ 2 ഗ്രഹങ്ങളുടെ സ്ഥിതിയിൽ മാറ്റം വരുന്നു. ശനിയും ബുധനുമാണ് ഈ ഗ്രഹങ്ങൾ. സ്ഥിതിമാറ്റമനുസരിച്ച് ചില നക്ഷത്രക്കാർക്ക് വലിയ മാറ്റം തന്നെ സംഭവിക്കുകയാണ്. ശനിയുടെ അസ്തമയവും ബുധൻ മീനൻ രാശിയിൽ സംക്രമിക്കുകയും ചെയ്യുന്നു. കൃത്യമായി പറഞ്ഞാൽ ഫെബ്രുവരി അവസാനം മുതൽ ഈ നക്ഷത്രക്കാർക്ക് ലോകത്തിൻ്റെ ഏത് കോണിലായാൽ പോലും വരാഹി ദേവിയിലുള്ള ഭക്തിയാലും രാശിമാറ്റത്തിലൂടെയുമൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ സാധിക്കുമെന്നതാണ്. ഇവരുടെ ജീവിതത്തിൽ പോസിറ്റീവായ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുകയാണ്. ആദ്യമായി പറയുന്നത് ഇടവം രാശിയാണ്. കാർത്തിക, രോഹിണി, മകരം എന്നിവയാണ് നക്ഷത്രങ്ങൾ. ബുധന്റെയും ശനിയുടെയും സ്ഥാനമാറ്റത്തോടെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പൂർണ്ണമായും മാറും. ശനി മാറ്റത്തിൽ കൂടെ ഐശ്വര്യവും ജീവിത വിജയവും ലഭിക്കുന്നവരാണ് ഇടവം രാശിക്കാർ. കഴിഞ്ഞ 2.5 വർഷത്തെ ദുരിതങ്ങളെല്ലാം അകന്ന് ഇനി സുവർണകാലമാകുന്നതാണ്. കടബാധ്യത ഏറെ മാറുകയാണ്. കയ്യിൽ പൈസ സ്ഥിരമായി വരുന്ന സമയം വന്നെത്തിയിരിക്കും. ലാഭം, വരുമാനം എന്നീ മേഖലകളിൽ ബുധന്റെ സ്ഥാനമാറ്റത്താൽ ഈ രാശിക്കാരിൽ പൂർണ്ണ വിജയവും വരാഹി ദേവിയുടെ അനുഗ്രഹവും കൂടി ഉണ്ടായാൽ ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണവും സാധ്യമാവുന്നു. ബുധന്റെ ഉദയവും ശനിയുടെ അസ്തമയവും നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായ ഒട്ടേറെ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. തൊഴിൽ മേഖലയിലും ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ഒരു പരിഹാരവുമാവുകയും ചെയ്യും. അനുകൂലമായ സാഹചര്യങ്ങളെല്ലാം വന്നു ചേരും. ജോലിയിൽ ഉയർച്ചയുണ്ടാവും. ലോട്ടറി ഭാഗ്യം ഉറപ്പുള്ള രാശിക്കാരാണ്
ഇടവം രാശിക്കാർ ധൈര്യമായി ലോട്ടറി എടുക്കാം. വരാഹി ദേവിയിലുള്ള ആത്മാർത്ഥ പ്രാർത്ഥനയും വിശ്വാസവും കൈവിടരുത്. അടുത്തതായി മേടം രാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം ഈ രാശിയിൽ ജനിച്ചവർക്ക് വലിയ മാറ്റങ്ങളും ശ്രദ്ധേയമായ ഒട്ടേറെ നേട്ടങ്ങളും ഉണ്ടാവുന്നു ഈ വർഷം. മേടൻ രാശിക്കാർക്ക് അവരുടെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കും. അർഹിക്കുന്ന അംഗീകാരം ഈ നക്ഷത്രക്കാരെ തേടിയെത്തും. ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുന്ന സമയം. വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ വലിയ തോതിലുള്ള ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇവർക്ക് ഫെബ്രുവരി അവസാനം മുതൽക്ക് തന്നെ ധനലാഭം, വസ്തുയോഗം, സ്വർണലാഭം എന്നിവ വന്നു ചേരും. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ വളരെയേറെ വിലമതിക്കാനാവാത്ത മാറ്റങ്ങളും നേട്ടങ്ങളും സിദ്ധിക്കുന്ന ഒരു കാലഘട്ടമാവുന്നു. ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള പുരോഗതി ഈ സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നു. ജീവിതം സന്തോഷപൂർവമാകുന്നു. വരാഹി ദേവിയുടെ അനുഗ്രഹത്താൽ അത്യപൂർവമായ നേട്ടങ്ങൾ കൈവരിക്കുകയാണ്. ഈ നക്ഷത്ര ജാതകരുള്ള കുടുംബം വളരെയധികം ഐശ്വര്യം പ്രാപിക്കുവാൻ പോവുകയാണ്. ഉറപ്പായും ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും അകന്ന് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സുഖവും മനസമാധാനവും തിരികെ ലഭിക്കുകയാണ്. ശനി ഈ രാശിക്കാരിൽ നിന്നും മാറുകയാണ്. മരണതുല്യമായ ജീവിതം നയിച്ചവരാണ് ഈ നക്ഷത്രക്കാർ. എന്നാൽ ഇതിനൊക്കെ പൂർണ്ണമായൊരു മാറ്റം ഉണ്ടാവുകയാണ്. വാഹനം, വീട്, ഭൂമി എന്നീ ആഗ്രഹപൂർത്തീകരണങ്ങളെല്ലാം സാധ്യമാവും. ഇഷ്ടഭക്ഷണ സമൃദ്ധിയും ഉണ്ടാവും. ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ടുള്ള വിവാഹബന്ധം ഉടൻ തന്നെ പൂർത്തീകരിക്കപ്പെടും. പ്രധാനപ്പെട്ട ഉറച്ച തീരുമാനത്തിലെത്തുവാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ദേവിയുടെ തുണയും കരുതലും നിങ്ങൾക്ക് തുണയായും അനുകൂലമായും വരുന്ന സമയമാണ്. ഈ രണ്ട് രാശിക്കാരും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധാകുലരാകണം. അലർജി സംബന്ധമായ രോഗങ്ങൾ കരുതിയിരിക്കണം. പകർച്ചവ്യാധികളിൽ ശ്രദ്ധാകുലരാകണം. വസ്തുതർക്കത്തിൽ ഏർപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. വാക്കുകളിലും പ്രവൃത്തികളിലും കൃത്യമായ ഉയർന്ന ചിന്താബോധം ഉളവാക്കേണ്ടതുമാകുന്നു. ഈ രണ്ട് രാശിക്കാരിലും നക്ഷത്രക്കാരിലും പ്രധാനമായും കാണുന്ന ദാമ്പത്യ ബന്ധത്തിലെ അകൽച്ചകൾ പൂർണ്ണമായും മാറുന്നു. ഈ രണ്ട് രാശിക്കാരുടെയും പൊതുവിലുള്ള ദോഷവശങ്ങൾ കൂടി പറയാം. ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചു പോയാൽ നിങ്ങൾക്ക് മുൻപറഞ്ഞ എല്ലാ അനുഭവങ്ങളും ഗുണാനുഭവങ്ങളായി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കോപം നിയന്ത്രണ വിധേയമാവില്ല എന്നതും. വാക്കുകൾ മറ്റുള്ളവരുടെ മനസ്സിനെ വ്രണപ്പെടുത്തും. ശത്രുക്കൾ നിങ്ങൾക്ക് ധാരാളമായിട്ടുണ്ടാവും. പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കത്തിനൊക്കെ ഇടയാക്കും. ഈ നക്ഷത്ര ജാതകരുടെ പൊതുവിലുള്ള അനുഭവങ്ങളാണ് പറഞ്ഞത്. ജാതകവശാൽ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. എന്നാൽ ബുധൻ്റെ സ്ഥാനമാറ്റം നമ്മുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുവരുവാൻ കുലദേവതാ പ്രാർത്ഥനയും വരാഹി ദേവി ഭജനത്തിലൂടെയും ഒക്കെ സാധ്യമാവുന്നതാണ്. നിങ്ങൾ ഇഷ്ടദേവത പ്രീതിപ്പെടുത്തുക. കൃത്യമായ വിശ്വാസത്തോടെ ആഴത്തിലുള്ള പ്രാർത്ഥന ഇഷ്ടദേവതയ്ക്കും കുലദേവതയ്ക്കും വരാഹി ദേവിക്കും മുൻപിൽ സമർപ്പിക്കുക. എല്ലാ ദോഷങ്ങളും മാറി സൗഭാഗ്യങ്ങളും ഉയർച്ചയും 27 നക്ഷത്രക്കാരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.